വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള വരക്കാം വായിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഏകദേശം പേജ് നമ്പർ 76 വരെയായിരുന്നു. ഇതിലെ കാർട്ടോഗ്രഫി മുതലാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത ക്ലാസ് 5 സോഷ്യൽ സയൻസ് എന്ന് കാണാം. അതിൽ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള ഭാഗങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. കാർട്ടോഗ്രഫിയാണ് ഇനി നോക്കാനുള്ളത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മൾ കാർട്ടോഗ്രഫർ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലേ? ഇനി ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര ലാബിലെ കേരളത്തിന്റെ ഭൂപടം പരിശോധിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തെക്കേ അറ്റത്തുള്ളത് തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഓക്കെ, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ വടക്കുനിന്ന് തെക്കോട്ടാണ്. വടക്കുനിന്ന് തെക്കോട്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കർണാടകയും തമിഴ്നാടുമാണ്. അപ്പോൾ അവിടെ കർണാടക തമിഴ്നാട് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം തിരുവനന്തപുരം, രണ്ടാമത്തത് കാസർഗോഡ്, മൂന്നാമത്തത് വയനാട്, നാലാമത്തത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, അഞ്ചാമത്തത് വടക്ക് നിന്ന് തെക്കോട്ട്, പിന്നെ അയൽ സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടും. ഇനി ജില്ലകൾ കണ്ടെത്താം. ടീച്ചറുടെ സഹായത്തോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം A3 വലിപ്പത്തിൽ കളർ കാർഡ് പ്രിന്റ് എടുക്കുക. ജില്ലകളുടെ പേര് ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. ഓരോ ജില്ലയും ശ്രദ്ധയോടെ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്ത ജില്ലകളുടെ കഷ്ണങ്ങൾ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുക. ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിക്കുക. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ വന്ന് പെട്ടിയിൽ നിന്ന് ഒരു കഷ്ണം വീതം എടുക്കുക. ഓരോരുത്തർക്കും കിട്ടിയ ജില്ലയുടെ ആകൃതി തിരിച്ചറിഞ്ഞ് ജില്ലയുടെ പേര് ഉച്ചത്തിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്തു നോക്കുക. ഇനി ഓരോ ഗ്രൂപ്പിനും കിട്ടിയ ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയാലോ എന്നാണ് പറയുന്നത്. ജില്ലയുടെ തിരിച്ചറിയൽ കാർഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? ജില്ലയുടെ പേര്, സ്ഥാനം, അയൽ സംസ്ഥാനം അല്ലെങ്കിൽ ജില്ലകളെ, വിമാനത്താവളം, തുറമുഖം, റെയിൽപാത, കടൽ തീരം, മറ്റ് സവിശേഷതകൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജില്ലകളുടെ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 ജില്ലയുടെ നോക്കാം. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഒരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയുടെ പേര് എന്ന് എഴുതിയിട്ട് തിരുവനന്തപുരം എന്ന് കൊടുക്കാം. സ്ഥാനം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ്. അയൽ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അയൽ ജില്ല എന്ന് പറയുന്നത് കൊല്ലമാണ്. ഓക്കെ, ഇനി അടുത്തത് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ പേര് കാസർഗോഡ് എന്ന് കൊടുക്കുക. സ്ഥാനം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ്. അയൽ സംസ്ഥാനം കർണാടകയാണ്. അയൽ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. അതുപോലെ തന്നെ അയൽ ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂർ, മലപ്പുറം, വയനാട് ഇവയൊക്കെയാണ്. പിന്നെ അതുപോലെ പടിഞ്ഞാറ് സ്ഥാനത്തുള്ളത് അറബിക്കടലാണ്. ഓക്കെ, അപ്പോൾ അയൽ സംസ്ഥാനമില്ല, അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 നോക്കി. ബാക്കി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഭൂപട വായനയുടെ അടിസ്ഥാന ആശയങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി ഇന്ത്യയുടെ ഭൂപടം പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ രാജ്യ സംസ്ഥാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ തലസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തികൾ, സംസ്ഥാന അതിർത്തികൾ എന്നിവയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം.
ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ഓക്കെ, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇനി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, അവയുടെ തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു 28 സംസ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സംസ്ഥാനവും അതിൻ്റെ തലസ്ഥാനവും ആദ്യം നോക്കാം. ഒന്നാമത്തേത് ആന്ധ്രാപ്രദേശാണ്. ഹൈദരാബാദ് അഥവാ അമരാവതി നിർദ്ദിഷ്ട തലസ്ഥാനമാണ്, പക്ഷേ ഹൈദരാബാദാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗറാണ്. ആസാം ഡിസ്പൂറാണ്. ബീഹാർ പട്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജമ്മു കാശ്മീരിൽ ശ്രീനഗർ വേനൽക്കാലത്തും ജമ്മു ശീതകാലത്തുമാണ്. ജാർഖണ്ഡ് റാഞ്ചിയാണ്. കർണാടക ബാംഗ്ലൂർ. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇൻഫൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസവൾ. നാഗാലാൻഡ് കൊഹിമ. ഭുവനേശ്വർ ചണ്ഡീഗഡ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാംഗ്ടോക്ക്. തമിഴ്നാട് ചെന്നൈ. തെലുങ്കാന ഹൈദരാബാദ്. ത്രിപുര അഗർത്തല. ഉത്തർപ്രദേശ് ലക്നൗ. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 28 സംസ്ഥാനവും അതിൻ്റെ തലസ്ഥാനവും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പോർട്ട് ബ്ലെയർ എന്നുള്ളതാണ് തലസ്ഥാനം. ചണ്ഡീഗഡ് തന്നെയാണ്. ദാദ്ര നഗർ ഹവേലി എന്നുള്ളത് സിൽവാസയാണ്. ദാമൻ ദിയു എന്നുള്ളത് ദാമനാണ് തലസ്ഥാനം. ഡൽഹി തന്നെയാണ്. ലക്ഷദ്വീപിൽ കവരത്തിയാണ്. പുതുച്ചേരിയിൽ പോണ്ടിച്ചേരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 28 സംസ്ഥാനവും അതിൻ്റെ തലസ്ഥാനവും നോക്കി, അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിൻ്റെ തലസ്ഥാനവും നമ്മൾ നോക്കി. ഓക്കെ, അപ്പം നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളും അതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങളും അതിൻ്റെ എല്ലാ തലസ്ഥാനങ്ങളും നമ്മൾ നോക്കി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ അതിർത്തി, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. ഇനി ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീർ. ഇനി അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, വടക്ക് കിഴക്ക് ഭാഗത്ത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹമാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക ഇതൊക്കെയാണ്. ഒന്നും കൂടെ പറയാം. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏതു ഭാഗത്താണ്? വടക്ക് കിഴക്ക് ഭാഗത്ത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹമാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ തന്നിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയ സ്ട്രിപ്പുകൾ അഥവാ കടലാസ് തുണ്ടുകൾ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. കുട്ടികൾ 3 പേരുമുള്ള സംഘങ്ങളാക്കുന്നു. സംഘത്തിൽ ഒരാൾ പെട്ടിയിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുക്കുന്നു. കിട്ടിയ സംസ്ഥാനത്തെക്കുറിച്ച് അറ്റ്ലസ് ഭൂപടം എന്നിവയുടെ സഹായത്തോടു കൂടി കുറിപ്പ് തയ്യാറാക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താം? സംസ്ഥാനത്തിന്റെ പേര് ഉൾപ്പെടുത്താം, തലസ്ഥാനം, അയൽ രാജ്യങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, അതുപോലെ തന്നെ പ്രധാന വിനോദ കേന്ദ്രങ്ങൾ, പ്രധാന റോഡ് മാർഗങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം വേണ്ടി സാധിക്കും. ഇനി അജി തയ്യാറാക്കിയ കുറിപ്പ് നോക്കൂ. ഇവിടെ ഉത്തർപ്രദേശിനെ കുറിച്ചിട്ടാണ് അജി തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നെ വിശേഷിപ്പിക്കാറുണ്ട്. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ടുകാണും. കാൺപൂര്, ലക്നൗ, വാരാണസി, ആഗ്ര, അലഹബാദ് മുതലായവയാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയനായ സാരനാഥ് എൻ്റെ പ്രശസ്തി ലോകമെന്നും പരത്തുന്നു. ഇത് ഉത്തർപ്രദേശിനെ കുറിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ,
ഇനി അടുത്ത് നോക്കൂ, പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പ് വായിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ കുറിപ്പാണ് താഴെ തന്നിട്ടുള്ളത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്കു കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്മാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പൊ ഇങ്ങനെയാണ് വാസ്കോഡ ഗാമ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാസ്കോഡ ഗാമയുടെ ആ സമുദ്ര സഞ്ചാര പാതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്ക വഴിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, അങ്ങനെയാണ് കോഴിക്കോട് കാപ്പാട് തീരത്ത് വന്നിറങ്ങിയത്. ഇനി വാസ്കോഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യയിലെത്തിയത്? ലോക ഭൂപടം നിരീക്ഷിച്ച് ഈ സമുദ്രങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക്, ഇന്ത്യൻ സമുദ്രങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് മഹാസമുദ്രവുമാണ്. മറ്റു സമുദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? അന്റാർട്ടിക് സമുദ്രം, അതുപോലെ തന്നെ പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഓക്കെ, അന്റാർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇതൊക്കെയാണ് മറ്റ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ സമുദ്രങ്ങളെയെല്ലാം പരസ്പരം ചേർന്നാണോ കിടക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ പരസ്പരം ചേർന്നാണോ കിടക്കുന്നത് എന്ന് നിങ്ങൾ ഗ്ലോബ് നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കുക. ഇനി ഗ്ലോബ് നിരീക്ഷിച്ച് ഏറ്റവും വലിയ സമുദ്രം ഏതെന്ന് കണ്ടെത്തുകയും വേണം. ഏറ്റവും വലുത് പസഫിക് സമുദ്രമാണ്. ഓക്കെ, പസഫിക് സമുദ്രം. നിങ്ങൾ നിരീക്ഷിച്ച ലോക ഭൂപടത്തിൽ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി കാണുന്നില്ലേ? ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സമുദ്രത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ടാണ്, അഥവാ കോണ്ടിനെന്റിനെ കുറിച്ചിട്ടാണ്. ഭൂപടം, ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഒന്നുകൂടെ പറയാം: ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അപ്പോൾ എത്ര വൻകരകളാണ്, എത്ര ഭൂഖണ്ഡങ്ങളാണ് നമുക്കുള്ളത്? 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ഇനി നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്? ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഈ ഭൂഖണ്ഡങ്ങളെല്ലാം അഥവാ ഈ 7 ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിക്കൂ. നൽകിയിരിക്കുന്ന ഭൂഖണ്ഡങ്ങളുടെ നിറം ഭൂപടത്തിൽ അതത് ഭൂഖണ്ഡങ്ങൾക്ക് നൽകൂ. നിറം നൽകിയ ശേഷം ഭൂഖണ്ഡങ്ങളുടെ പേരും കൂടി എഴുതി ചേർക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. ഇവിടെ നോക്കുക, എന്നിട്ട് ഓരോ ഭൂഖണ്ഡവും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിറം നിങ്ങൾ നൽകുക. ഇവിടെ തന്നിട്ടുള്ള നിറമാണ് നിങ്ങൾ നൽകേണ്ടത്. ഇനി അടുത്തത് ലോക ഭൂപടം, അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം: അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് കാണുന്ന ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ്. ഇനി ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്കു ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഓക്കെ, അതാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഓക്കെ, ഇനി ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിഞ്ഞ് പേര് നൽകാനാണ്. ഇവിടെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്, രണ്ടാമത്തേത് ഓസ്ട്രേലിയയാണ്, മൂന്നാമത്തേത് യൂറോപ്പാണ്, നാലാമത്തേത് ഏഷ്യയാണ്, അഞ്ചാമത്തേത് ആഫ്രിക്കയാണ്, ആറാമത്തേത് അന്റാർട്ടിക്ക, ഏഴാമത്തേത് നോർത്ത് അമേരിക്ക. ഒന്നുകൂടെ പറയാം: സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക. ഇനി
ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ഭൂപടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗതാഗതം, ഭരണനിർവഹണം, വിനോദസഞ്ചാരം, ഭൂമിശാസ്ത്ര പഠനം, ഇതിനെല്ലാം ഇത്തരത്തിലുള്ള ഭൂപടങ്ങൾ അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത പാഠഭാഗമായിട്ടുള്ള ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.